നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരാളാണ് മിസ്റ്റർ വിനീത് കുമാർ, നമ്മുടെ പ്രിയ സുഹൃത്ത്. ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പക്കാരാണെങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ട് 20 വർഷമൊക്കെ ആയി അല്ലേ? പിന്നെ ചെറുപ്പക്കാരായതുകൊണ്ട് നമ്മൾ തുടങ്ങിയത് ഒരു യാത്രയിലാണ്. അതെ, നമ്മളൊരു യാത്രയിലാണ് തുടങ്ങിയത്. അതായത് പണ്ട് ടാറ്റ സഫാരിയിൽ ഞാനും വിനീതും നമ്മുടെ ഫോട്ടോഗ്രാഫർ രമേഷ് കോട്ടകലും കൂടി കൊടൈക്കനാൽ പോയി ബെരിജാം ലേക്ക് എന്ന് പറഞ്ഞാൽ അന്ന് അധികാരം പോകാത്ത ഒരു ലേക്കൊക്കെ സന്ദർശിച്ച് വന്നതാണ്. അതിനുശേഷം നമ്മുടെ ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിലും ഒരു യാത്രയൊന്നും പിന്നെ നമ്മൾ ഒരിക്കൽ കൂടെ പോയിരുന്നു. അതായത് ഞാനും രമേഷും കൂടെ ഗോവയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് വിനീതിനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് പയ്യന്നൂരിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഇവിടെ രാത്രിയിൽ ഇവിടെ എത്തി. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഒരു യാത്ര ഉണ്ട്. വലിയ യാത്ര ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് റോഷൻ്റെ ഒരു കനേഡിയൻ പബ്ലിക് സ്കൂളിൽ നിന്നൊരു സ്കൂളുണ്ട്. അത് മൂവാറ്റുപുഴ കഴിഞ്ഞ് കോതമംഗലത്തിനടുത്താണ്. അപ്പം അവിടെ സ്കൂളിൻ്റെ ആനിവേഴ്സറി ഞങ്ങളെ രണ്ടുപേരും കൊണ്ട് ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒരുമിച്ച് അങ്ങോട്ട് പോകാം, ഒരുമിച്ച് തിരിച്ചും പോരാമല്ലോ. അങ്ങനെ വിനീത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വിനീത് വീട്ടിലും ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ പഴയ വീട്ടിൽ വിനീത് വന്നിരുന്നു. അവിടെ അന്നൊക്കെ നമ്മൾ വാടക വീട്ടിൽ കുഞ്ഞു വീട്ടിൽ താമസിച്ച സമയത്ത് ഒരു കുഞ്ഞു മുറിയിലൊക്കെ ഒരു ദിവസം താമസിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവിടെ വിശാലമായിട്ട് താമസിക്കാൻ വരണം. അപ്പോൾ നമുക്കെന്നാൽ യാത്ര പോകാം. അപ്പോൾ നമ്മുടെ BMW പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതിവിൽ നിന്ന് വിരുദ്ധമായിട്ട് നമ്മൾ സംസാരിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. വണ്ടിക്കകത്തിരുന്ന് വിനീതിൻ്റെ വിശേഷങ്ങളൊക്കെ. കാരണം വിനീത് ഇപ്പം നമ്മൾ പഴയ വിനീതല്ല, പഴയ വടക്കം വീരഗാഥയിലെ വിനീതല്ല. അതിനുശേഷം നായകനായി പിന്നെ സംവിധായകനായി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വിനീതിൻ്റെ ചോക്ലേറ്റ് ഭാവങ്ങളെല്ലാം കളഞ്ഞിട്ട് റൈഫിൾ ക്ലബ് എന്ന സിനിമയിൽ വളരെ മത്സരം പിടിച്ച് വന്നൊരു യുവാവായിട്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ വിനീത് നമ്മുടെ 2 സീറ്റർ പരിപാടിയാണ്. നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് പോകണോ അതോ അടച്ചിട്ട് തന്നെ പോയാൽ മതി അല്ലേ? അടച്ചിട്ട് തന്നെ പോകാം. ഓക്കെ. അപ്പോൾ വിനീത് കുറേ കാലമായിട്ട് ഹോണ്ട സിറ്റി ആണല്ലോ, ഒന്നും എടുക്കാൻ പരിപാടി ആയില്ലേ? ഇല്ലേ? SUV-യിലേക്ക് മാറാനുള്ള സാധ്യതയാണല്ലോ അല്ലേ? സ്വാഭാവികം. അതാണ്. വിനീതിന്റെ കാര്യത്തിൽ ഞാൻ വിനീതിനെ പറ്റി പഠിച്ചു മനസ്സിലാക്കിയത് വിനീത് 35 വർഷം ആകുന്നു. 36ാമത്തെ വർഷമാണ് ഇപ്പൊ വടക്കൻ വീരഗാഥ റിലീസ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മമ്മൂക്കൊക്കെ സിനിമ വന്ന കാലം തൊട്ടേ ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. മമ്മൂക്കയുടെ കുട്ടിക്കാലം അഭിനയിക്കുന്നത് വടക്കൻ വീരഗാഥയിൽ 89-ലാണ്. അപ്പൊ വടക്കൻ വീരഗാഥക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു വടക്കൻ വീരഗാഥയ്ക്കാണ് മമ്മൂക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് എന്നാണ് എന്റെ. രണ്ടുപേർക്കും എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് മമ്മൂക്കക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. അത് ശരി. ഇപ്പൊ അതിനുശേഷം ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തില് ഇപ്പം 2 സിനിമകൾ, അതായത് ഇപ്പം വിനീത് കുട്ടിക്കാലം അവതരിപ്പിച്ച, കുട്ടിക്കാലം അല്ല ശരിക്കും പറഞ്ഞാൽ ദേവദൂരിലെ കുട്ടിക്കാലം അല്ലെങ്കിൽ പോലും അതിലും അതുപോലെ തന്നെ വടക്കൻ വീരഗാഥം വീണ്ടും ഒട്ടും പഴയൊരു രീതിയിലേ അല്ലാതെ തിരിച്ചു വരുമ്പോൾ എന്താണ് നിങ്ങളെപ്പോലുള്ളവർക്ക് അന്ന് അതിൽ അഭിനയിച്ച് കണ്ടുവന്നവർക്ക് എന്താണ് തോന്നാറുള്ളതൊക്കെ കാണുമ്പോൾ പുതിയ സിനിമകൾ? അത് എനിക്ക് ശരിക്കും അന്നത്തെ സിനിമ ഇപ്പൊ ദേവദൂതൻ റിലീസ് ചെയ്യുന്ന സമയത്ത്, ദേവദൂതനായിരുന്നു ആദ്യത്തെ റിലീസ് വടക്കൻ വീരഗാഥയ്ക്ക് മുമ്പ്. അപ്പോ ദേവദൂതൻ ഇപ്പൊ ഞാൻ അഭിനയിച്ച് ആ സമയത്ത് റിലീസായപ്പോ നമ്മൾ സിനിമ കാണുന്നത് വേറൊരു മൂഡിലല്ലേ, കാരണം നമ്മൾ അതിലെ ക്യാരക്ടറായിട്ട്. പക്ഷെ ഈ പ്രായത്തില് ഞാനിപ്പോ ആ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും എന്റെ ആ ഒരു സെൽഫ് കട്ടായിട്ടുണ്ട്. ഐ മീൻ വടക്കൻ വീരഗാഥ കാണുമ്പോ വേറൊരു കുട്ടീനെ കാണുന്ന പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിനകത്ത് രസമുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കൻ വീരഗാഥ കാണുമ്പോ എനിക്ക് തന്നെ തോന്നി, ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് എങ്ങനെയാണ്, കാരണം ആ സമയത്ത് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഈ കുട്ടികളെ അഭിനയിപ്പിക്കാൻ ബുദ്ധിമുട്ടല്ലേ, കാരണം അവർക്ക് ഇമോഷൻസ് നമ്മൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് ഒരു ഇൻപുട്ട്, അപ്പൊ അന്ന് ഹരിഹരൻ സാറ് തന്ന ഇൻപുട്ട് ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പടം കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റില്, കാരണം നമ്മൾ അന്ന് കുട്ടിക്കാലത്ത് സിനിമ കാണുന്ന പോലെ അല്ല നമ്മൾ വലുതായിട്ട് ഇപ്പൊ വീണ്ടും വടക്കൻ വീരഗാഥ കാണുമ്പോൾ കുറേയും കൂടെ അതിന്റെ വാല്യൂ നമുക്കറിയാലോ. MT സാറിന്റെ ഡയലോഗ്സ് ആയാലും ഹരിഹരൻ സാർ അതിനുവേണ്ടി എടുത്ത എഫേർട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരിഹർ സാറിനെ വിളിച്ചു. അതായത് അന്ന് വടക്കൻ വീരഗാഥ അഭിനയിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് സർഗം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഹരിഹർ സാറോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഹരിഹരൻ സാറിനെ വിളിക്കുന്നത്. സാർ എന്നോട് പറഞ്ഞത്, നീ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ എന്നാണ്. അതായത് വടക്കൻ വീരഗാഥയുടെ അപ്രീസിയേഷൻ എനിക്ക് ഹരിഹരൻ സാറിനെ നിന്ന് കിട്ടിയത് ഇപ്പോഴാണ്. അതെനിക്ക് ഭയങ്കര കൗതുകല്ലേ. നമുക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു നടൻ എന്നുള്ള രീതിയിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്റെ കുട്ടികളുടെ കൂടി ഇരുന്നിട്ട് എനിക്ക് ആ സിനിമ കാണാൻ പറ്റി എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് കാണും. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഭാഗ്യം ചെയ്ത നടനാണ് വിനീത് അല്ലേ? പിന്നെ അത് ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്, അനുഗ്രഹമാണ്. ഇവരുടെ കൂടെ അഭിനയിച്ചു, എത്രയോ പ്രഗത്ഭരായ
സംവിധായകരുടെ കൂടെ ആ കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ അഭിനയിച്ചു. വേറൊരു റെക്കോർഡും കൂടെ ഉണ്ടായിട്ട് ഞാനിപ്പോ വിക്കിപീഡിയ കണ്ടു. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ കലാപ്രതിഭയാണ്, ഇന്നും തകർക്കാത്ത റെക്കോർഡ് അല്ലേ? അതാ സ്കൂൾ ടൈമിൽ നമ്മൾ ഡാൻസിലും, കാരണം അന്ന് ഇത്രയും വേറെ നമുക്ക് വേദികളില്ലല്ലോ, യുവജനോത്സവങ്ങളാണ്. അപ്പൊ ഞാൻ ശരിക്കും ഡാൻസ് പഠിച്ചു തുടങ്ങിയത് യുവജനോത്സവത്തിന് വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മുടെ സ്കൂളിൽ അങ്ങനെയുള്ള ഒരു ഈ പറയുന്ന ഇത്തരം കലോത്സവങ്ങളുമായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും അതിൽ പോകുന്നത്. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ സ്റ്റേറ്റിൽ വിൻ ചെയ്തു, ഭരതനാട്യത്തിൽ ഫസ്റ്റായി. ഈ ഭരതനാട്യം തെരഞ്ഞെടുത്ത് പഠിക്കാൻ എന്താ കാര്യം? അന്നത്തെ കാലത്ത് വീട്ടിൽ ആരെങ്കിലും ഡാൻസേഴ്സ് ഉണ്ടോ? അമ്മ ഡാൻസ് കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് ഒന്നും അല്ല, സ്കൂളിലുള്ള പരിപാടികള്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് അച്ഛൻ പോയ ഏതോ ഒരു സ്റ്റേജിൽ അച്ഛൻ കണ്ട ഡാൻസ് അത് എന്താണെന്ന് അച്ഛൻ അറിയില്ല, ആ ഡാൻസ് ഫോം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് ചെയ്ത ആളുകളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇത് ഭരതനാട്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ കല്യാണത്തിനും ഫംഗ്ഷനിലൊക്കെ അന്ന് വെറുതെ ഡാൻസ് ചെയ്യുമല്ലോ പാട്ട് വെച്ചിട്ട്, നമ്മുടെ പ്രായം അതല്ലേ. അപ്പൊ അത് കണ്ടിട്ടാണ് അന്നത്തെ ഫോട്ടോ ഒക്കെ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഈ ഡാൻസ് ചെയ്യുന്ന ഈ പറയുന്ന 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള. അപ്പൊ അത് കണ്ടിട്ടാണ് ഒരു ഡാൻസിൽ എന്തോ ഒരു സ്കിൽ ഉണ്ടെന്ന് തോന്നിയിട്ടാണ് അച്ഛൻ അങ്ങനെ ഭരതനാട്യത്തിലേക്ക് തന്നെ വിടുന്നത്. പക്ഷെ അതുകൊണ്ട് ഒത്തിരി സ്റ്റേജ് ഷോകളുടെ ഭാഗമായി ഒരുപാട്. പക്ഷെ സ്റ്റേജ് ഷോയിലൊന്നും ഞാൻ ഭരതനാട്യം ചെയ്തില്ല കേട്ടോ. ഡാൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ പുതിയ കുറച്ച് ഇപ്പം നീരജ് മാധവൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചാക്കോച്ചനും അതുപോലെ വിനീതും മാത്രം ഡാൻസേഴ്സ് ആയിരുന്ന ഒരു കാലം ഉണ്ട്. എല്ലാ അവാർഡ് ഫംഗ്ഷൻസിലും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡാൻസ് പഠിച്ചത് സിനിമ അഭിനയത്തിന് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു സാധനം കട്ടാവും. പിന്നെ ഒരു താളം, ബേസിക് ആയിട്ട് നമുക്ക് എല്ലാം ഒരു താളത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഡയറക്ട്ലി എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അന്നൊക്കെ ഇപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ വന്നതിന് ശേഷം സിനിമ തിരഞ്ഞെടുക്കുന്നത് അച്ഛനായിരുന്നോ? ആ സമയത്ത് എനിക്ക് കുട്ടിക്കാലത്ത് നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ നമ്മള്. പിന്നെ മാത്രമല്ല ഞാൻ കണ്ണൂരിൽ തന്നെ പഴയങ്ങാടി വെങ്ങര എന്ന് പറയുന്ന റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. അപ്പൊ നമുക്ക് അവിടെ അന്ന് ഒരു കോള് വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഐ മീൻ ഫോൺ ഇല്ലല്ലോ അന്ന്, ഫോണൊന്നും ഇല്ല. അപ്പൊ ടെലിഗ്രാമിൽ വന്ന് കോണ്ടാക്ട് ടു ദിസ് നമ്പർ എന്നൊക്കെ പറയുമ്പോ പോസ്റ്റ് ഓഫീസിൽ പോയി അതെ അതാണ് ഒരു ആദ്യം നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ പിന്നെ വീട്ടില് അന്ന് ഒരു അംബാസിഡർ വരും, ആ അംബാസിഡറിൽ നമ്മളെ കൊണ്ടുപോകും. കോഴിക്കോടാണ് ഷൂട്ടെങ്കിൽ. അങ്ങനെയായിരുന്നല്ലോ അന്നത്തെ കാലം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വരുന്ന അവസരങ്ങളിൽ അത് അച്ഛനായിരുന്നു നോക്കിയിട്ട് ഏതാണ് നല്ല പ്രൊജക്ട് തീരുമാനിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് അച്ഛൻ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഒക്കെ ഫോട്ടോഗ്രാഫ്. ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളി വരുന്നത് എങ്ങനെയാ? ഞാൻ ഭരതനാട്യം ഞാൻ പഠിച്ചിരുന്നത് കലാമണ്ഡലം ചന്ദ്രിയ ടീച്ചറുടെ അടുത്താണ് അന്ന് കോഴിക്കോട്. അപ്പോൾ ടീച്ചറിന്റെ കൂടെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ, ഇത് എന്റെ ഓർമ്മയിലില്ല കേട്ടോ, എനിക്ക് അവിടുന്ന് പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ഐ മീൻ എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. അച്ഛൻ പറഞ്ഞതും വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അന്ന് ഞാനൊരു പ്രോഗ്രാമിന് പോകുന്ന വഴി ആ സിനിമയുടെ പി എൻ മേനോൻ സാർ ആയിരുന്നു ആദ്യ സിനിമ ഡയറക്ടർ. പി എൻ മേനോൻ സാർ. അപ്പൊ മേനോൻ സാർ ആണല്ലോ ഈ പറയുന്ന സ്റ്റുഡിയോ എന്ന സിനിമയെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പഠിപ്പുര എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതേ ടൈം തന്നെ ആക്ച്വലി അതേ വർഷം തന്നെ ഞാൻ അതിന് ആ ടൈമിൽ ഞാൻ കോഴിക്കോട് വെച്ച് ഡാൻസ് ചെയ്തപ്പോൾ അന്ന് PVG നമ്മുടെ വടക്കൻ വിരാതയുടെ പ്രൊഡ്യൂസർ PV ഗംഗാധരൻ സാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹവും ഇതേപോലെ ഇങ്ങനെ ഒരു അവരുടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, അതിന് മോൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുകയും അങ്ങനെയാണ് ഞാൻ വടക്കൻ വിരാതയുടെ ഇന്റർവ്യൂവിന് ചെല്ലുന്നത്. അപ്പൊ നമുക്കറിയില്ല ഇത് വടക്കൻ വീരാതയ്ക്ക് വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ സിനിമയുടെ ഒന്നും അറിയില്ല. ഹരിഹരൻ സാറുണ്ട്, MT സാറുണ്ട്, അവരുടെ ഒരു മുറിയിലേക്ക് കുട്ടികൾ ഓരോരുത്തരായിട്ട് ചെല്ലുന്നു, അതിൽ ഞാനും ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് എന്നോട് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുന്നു, മോണാക്ട് അറിയോ എന്ന് ചോദിക്കുന്നു, എനിക്കറിയില്ല. മിമിക്രി അറിയോ എന്ന് ചോദിക്കുന്നു, ഇല്ല. പ്രസംഗിക്കാൻ അറിയോ, ഇല്ല. ആകെ അറിയുന്നത് ഭരതനാട്യമാണ്, ഡാൻസ് മാത്രമാണ്. അപ്പോ എന്നാൽ ശരി മോൻ പോയിക്കോളൂ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ എടുത്തിട്ട് എന്നെ വിട്ടു. ആ ഇന്റർവ്യൂവിൽ ഞാൻ ഫെയിലിയർ ആണെന്നാണ് എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യം ആ സമയത്ത്. അപ്പൊ പി എൻ മേനോൻ സാറിന്റെ പടം കഴിഞ്ഞു ആ സമയത്ത് പി എൻ മേനോൻ സാറിന്റെ പടം ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഇത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെയും വടക്കൻ വീരാത കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ഉണ്ടായത്. അതിന് മുമ്പേ അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പൊ അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ പഠിപ്പുര അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സിനിമ ഹരിഹരൻ സാറിന്റെ തന്നെ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്ന PRS ബാബു എന്ന് പറയുന്ന അനിൽ ബാബു എന്ന് പറയുന്ന ഡയറക്ടർ കൂട്ടുകെട്ടിലെ ബാബു. അപ്പോൾ ബാബു ചേട്ടന്റെ പടം ഞാൻ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് വടക്കൻ വീരാതയിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ അതിനിടയിൽ മുദ്ര എന്ന് പറയുന്ന ഒരു സിനിമയും ഞാൻ ചെയ്തിരുന്നു.
അപ്പോൾ ഈ മുദ്രയാണ് ശരിക്കും ആദ്യമായിട്ട് എൻ്റെ സിനിമ ജീവിതത്തിൽ ഞാൻ സ്ക്രീനിലേക്ക് എന്നെ കാണുന്നത് ആ പടത്തിലാണ്. അത് സിബി മലയിൽ സാറിന്റെ പടം, സിബി സാറിന്റെ പടം, ലോഹിദാസിന്റെ സ്ക്രിപ്റ്റ്. അതെ, ലോഹിത് സാറിന്റെ സ്ക്രിപ്റ്റ്, ജയിലൊക്കെ ആയിട്ട്. അപ്പൊ അതിനകത്ത് ഒരു സിംഗിൾ സീൻ ആയിരുന്നു. പക്ഷെ ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ സിബി സാർ എൻ്റെ കോൺടാക്ട് നമ്പർ വാങ്ങിക്കാൻ പറയുകയും, അന്ന് PP നമ്പർ ആയിരുന്നു. അപ്പൊ ആ നമ്പർ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിബി സാറിന്റെ 5ഓളം സിനിമകൾ പിന്നീട് ഞാൻ അഭിനയിച്ചത്. ദേവദൂതനിലേക്ക് എത്താൻ വരെയും എന്നെ ഹെൽപ്പ് ചെയ്തത് അന്നത്തെ ആദ്യത്തെ ആ മുദ്രയായിരുന്നു. അപ്പൊ ഈ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ MT സാറിനൊക്കെ പരിചയപ്പെട്ടിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ആ ഇന്റർവ്യൂ MT സാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെയായിരുന്നു ഞങ്ങളുടെ ഫൈനൽ. ഈ പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടികളിൽ ആരായിരിക്കണം ചന്തു, ആരായിരിക്കണം ആരോമൽ ശേഖർ, അങ്ങനെ ഓരോരുത്തരെയും തെരഞ്ഞെടുക്കാൻ വേണ്ടി വിത്ത് കോസ്റ്റ്യൂമിൽ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. അപ്പൊ ആ കോസ്റ്റ്യൂമിൽ കൊണ്ടുപോയിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കുമ്പോൾ MT സാറും ഹരിഹരൻ സാറും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ വടക്കൻ വീരഗാഥയിലേക്ക് സെലക്ഷൻ കിട്ടി. ലാസ്റ്റ് ഇത്രയും കുട്ടികളുടെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിരുന്നു ഈ സിനിമ ഒരു സംഭവമാകും എന്നാൽ ഒരു ചെറുപ്രായത്തിൽ തന്നെ തോന്നിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ചെറുപ്രായത്തിൽ ആക്ച്വലി നമുക്ക് ആ സിനിമ, ഞാൻ അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അഭിനയിച്ചിരുന്ന സിനിമകളിൽ നിന്നും ഈ സിനിമ വലിപ്പം കൊണ്ട്, അതായത് അതിന്റെ സെറ്റും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയും ഒക്കെ ഇതുകൊണ്ട് നമുക്കറിയാം ഇതൊരു വലിയൊരു സിനിമയാണെന്നറിയാം. പക്ഷെ ബാക്കിയുള്ളൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രായമല്ലല്ലോ. അപ്പോ നമ്മള് ഹരിഹരൻ സാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പെർഫോം ചെയ്യുക. അവിടെ ആകെയുള്ള ഒറ്റ ശ്രദ്ധ ഇത് മാത്രമേ ഉള്ളൂ, ടേക്ക് കൂടരുത്. കാരണം ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം അന്ന് ഈ മറ്റേ ഓല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഈ ഫിലിം തിന്നുന്ന ആളുകൾ എന്നാണ് അന്ന് പറയാ ഓരോ ആക്ടേഴ്സിന്റെ ടേക്ക് കൂടുതൽ പോകുന്നത്. അപ്പോ ഞങ്ങളൊക്കെ ഡിമാൻഡഡ് ആയത് അന്ന് കുറച്ച് ചൈൽഡ് ആർട്ടിസ്റ്റുകളെ ഉള്ളൂ ഒരു ടേക്കിൽ അല്ലെങ്കിൽ 2 ടേക്കിൽ ഓക്കെ ആക്കുന്നത്. അപ്പൊ അതില് ഒരാളായി മാറി എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അന്ന് കുറെ കൂടെ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യമായിട്ട് സിനിമ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അഭിനയ പാരമ്പര്യം ഒന്നും ഇല്ലാത്ത വീടും അഭിനയ പാരമ്പര്യം ഒന്നും ഇല്ലാത്ത വിനീത് എന്താണ്, എങ്ങനെയായിരുന്നു ഇതിനോട് പെട്ടെന്ന് താതാത്മ്യം പ്രാപിച്ചത്? എങ്ങനെയാ ക്യാമറയുമായി? അല്ല, ഞാൻ ആക്ച്വലി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഡാൻസ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ടെന്ന്. അതായത് വീട്ടില് ക്യാമറ എപ്പോഴും ഉണ്ടല്ലോ, അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട്. അപ്പോൾ ഒരുപാട് ഫോട്ടോ ഉണ്ടായിരുന്നു, എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള ഫോട്ടോസ് ഉണ്ട്, പിന്നെ വീഡിയോസും ഒക്കെ. ആ സമയത്ത് നമ്മള് അപ്പൊ ക്യാമറ അത്ര നമുക്ക് അപരിചിതത്വം ഇല്ലായിരുന്നു ക്യാമറയായിട്ട്. പിന്നെ അതിനേക്കാൾ ഉപരി നേരത്തെ ചോദിച്ചതുപോലെ നമ്മൾ ഈ യുവജനോത്സവങ്ങളിലൂടെയും ഒരുപാട് വേദികളിൽ ഡാൻസ് ഒക്കെ ചെയ്തതുകൊണ്ട് ആ ഒരു ഇൻഹിബിഷൻ കട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദൈവാനുഗ്രഹം, നമുക്ക് കൃത്യമായിട്ട് ഡയറക്ടേഴ്സ്, അത്തരം നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു, കുട്ടികളെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. നമുക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ചില പരസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവർക്കായിട്ടൊരു ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യും ആദ്യം. അപ്പൊ എന്നിട്ട് ആ ക്യാമ്പിൽ ഞാൻ മാറി എന്നിട്ട് നോക്കും. എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇതിൽ ഏത് കുട്ടിയെയാണ് നമുക്ക് ഏത് ക്യാരക്ടർ ചെയ്യിപ്പിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. അല്ലാതെ അവർക്കൊരിക്കലും നമുക്ക് കൃത്യമായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ നമ്മൾ ഫീഡ് ചെയ്താലേ കിട്ടുള്ളൂ, അല്ലാതെ അവർക്ക് ക്യാരക്ടർ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞാൽ കിട്ടില്ല. അപ്പൊ അത്തരത്തിൽ നല്ല സംവിധായകരുടെ കൂടെ എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടായിരിക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഹരിഹരൻ സാറിനെ മനസ്സാ നമിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഹരിഹരൻ സാർ മാത്രമല്ല, സിബി സാറായാലും. അന്ന് എന്നെ ചെറുപ്പത്തിൽ ഞാൻ പ്രിയൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്വൈതവും മിഥുനും. അപ്പൊ അങ്ങനെ ഒരുപാട് ആ കാലത്തെ എല്ലാ സംവിധായകരും എന്റെ ഗുരുക്കന്മാരാണ്. പരിധിവരെയും ഞാൻ അവരെയൊക്കെ അവരുടെ ഒരു മേക്കിംഗ് സ്റ്റൈലായാലും അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് ഓരോ ഡയറക്ടേഴ്സും ഡിഫറെന്റ് ആണ്. അപ്പൊ അത് കുട്ടിക്കാലം തന്നെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സംവിധായകൻ ആരായിരുന്നു അക്കാലത്ത്? ലൊക്കേഷനിൽ സെറ്റിലൊക്കെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പേടിയല്ല, മീൻസ് അത്രയും ആദരവ് തോന്നാതെ ഹരിഹരൻ സാർ തന്നെ ആയിരുന്നോ? ഹരിഹരൻ സാർ ആയിരുന്നു എന്നാണ് എനിക്ക് എന്റെ ഓർമ്മയില്. പിന്നെ മാത്രമല്ല ഞാൻ പിന്നീട് കേട്ടതും അങ്ങനെ തന്നെയാണ്. സാർ എപ്പോഴും സെറ്റിലൊരു ആ രീതിയിൽ നിൽക്കുന്ന, കൃത്യമായിട്ട് എല്ലാവരെയും, അത് എല്ലാവർക്കും ആ റെസ്പെക്റ്റും ഉണ്ട്. അത് സാർ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് സൈജു കുറുപ്പിനെ ഒരിക്കൽ ഇന്റർവ്യൂ സൈജു പറഞ്ഞായിരുന്നു. സൈജുവിനെ ആദ്യമായിട്ട് മറ്റേ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിനാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പൊ സൈജുവിന് സിനിമ അഭിനയിക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല, ആരോ കൂട്ടുകാർ പറഞ്ഞു വിട്ടതാ. ഹരിഹരൻ ആരാന്നൊന്നും അറിയാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ സൈജു വന്ന് എയർടെല്ലോ അങ്ങനെ എന്തോ വർക്ക് ചെയ്യായിരുന്നു, കോർപ്പറേറ്റിലായിരുന്നു. അപ്പൊ കക്ഷി കയറി ചെല്ലുമ്പോൾ ഒരാൾ താഴെ ഇരിപ്പുണ്ട്. അപ്പം സൈജു എന്നിട്ട് എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഹരിഹരനെ കാണുമ്പോൾ പുള്ളി പറഞ്ഞു ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി അകത്തോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വീണ്ടും വന്നിട്ട് സൈജിന്റെ അടുത്ത് വരൂ എന്ന് പുള്ളി, നിങ്ങളല്ല മിസ്റ്റർ ഹരിഹരൻ സാറിനെ കാണണം. ഞാൻ തന്നെ ഹരിഹരൻ. കുറെ കഥകളുണ്ട് അങ്ങനെ. പുള്ളിക്കാരൻ ഹരിഹരനെ അറിയാൻ പോയി, അതിന് സിനിമകളും അറിയാൻ പോയി, ഒന്നുമില്ല. ഒന്നാമത് ജനിച്ചു വളർന്നൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നോണ്ടേ.
അപ്പൊ ഈ സാധാരണ ഗതിയിൽ ഇപ്പൊ ബാലതാരങ്ങൾ ഇങ്ങനെ ബാലതാരങ്ങളായിട്ട് വരികയും കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ അപ്രത്യക്ഷമായിട്ട് പിന്നെ ഇവർ നായകനായിട്ടൊക്കെ തിരിച്ചു വരികയൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്നത്. പക്ഷെ വിനീത് ഒരിക്കലും സിനിമയെന്ന് അങ്ങനെ പോയിട്ടില്ല അല്ലേ? ഇല്ല, ഞാനത് സിനിമ ഞാൻ അറിയാതെ സിനിമയിൽ എത്തിയതാണ്. ഐ മീൻ ആ പ്രായത്തിൽ തിരിച്ചറിവോടുകൂടി സിനിമയിൽ വന്നതല്ല. പക്ഷേ സിനിമ എൻ്റെ ഒരു മേഖലയായിട്ട് ഞാൻ തെരഞ്ഞെടുത്തത് ആ കുട്ടിക്കാലം തൊട്ടേ അങ്ങനെ ആയിരുന്നു. ഐ മീൻ എനിക്ക് സിനിമ അല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഒരിക്കലും. അപ്പൊ അത് എനിക്ക് ഭയങ്കര പാഷനോടുകൂടി നിൽക്കുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഞാൻ ഉണ്ടാവണമെന്ന് എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വീട്ടുകാരെങ്ങനെയായിരുന്നു? സാധാരണഗതിയിൽ എന്തായാലും പഠിത്തം കഴിഞ്ഞിട്ട് മതി, അതുവരെ അങ്ങനെ പോട്ടെ എന്നുള്ള മട്ടിലാണല്ലോ പൊതുവെ അച്ഛന്മാരൊക്കെ പറയുന്നത്. അങ്ങനെയായിരുന്നു? എന്തായിരുന്നു വീട്ടിലെ നിലപാട്? പറയുമ്പോൾ നമ്മൾ തള്ളായിട്ട് വിചാരിക്കും, പക്ഷെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ചെറുപ്പം തൊട്ടേ. അപ്പൊ അതാണ് അത്. കാരണം അതൊക്കെ എങ്ങനെയാ കോണ്ടാക്ട് ക്ലാസ് പറ്റുന്ന എങ്ങനെയായിരുന്നു? ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആദ്യത്തെ വർഷമൊക്കെ 6 സിനിമയിലൊക്കെ അഭിനയിച്ചു. അതെ. ഞാനത് ആക്ച്വലി എനിക്ക് എന്റെ സ്കൂളിൽ നിന്ന് നല്ല ഐ മീൻ എന്റെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ എൻ്റെ 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ മാത്സ് ടീച്ചറൊക്കെ എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്ലാസ് എടുത്തു തരുമായിരുന്നു. ഞാൻ വിട്ടുപോയ ഐ മീൻ എനിക്ക് യുവജനോത്സവം ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് പോകുന്ന പാഠങ്ങളൊക്കെ എനിക്ക് എടുത്തു തരുമായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരും അവരുടെ ചേച്ചിയൊക്കെ എനിക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ജോലി എൻ്റെ ഐ മീൻ ആ പ്രായത്തിൽ ഇതായിരുന്നല്ലോ സിനിമയും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പയ്യന്നൂർ സിനിമ തന്നെ വന്നിട്ടുണ്ട്, പക്ഷെ പണ്ടൊന്നും അവിടെ ഒന്നും സിനിമാക്കാരൊന്നും ഇല്ലല്ലോ. ശ്രീനിയേട്ടൻ മാത്രമാണ് അന്ന് കണ്ണൂരിൽ നിന്ന് തുറമ്പന്ന് ഇങ്ങോട്ട് വന്ന ഒരാൾ. കക്ഷി അവിടെ നിന്ന് അങ്ങ് പോന്നു. അതെ, ചെന്നൈയിലായിരുന്നു ശ്രീനിയേട്ടൻ കൂടുതൽ. വിനീത് പക്ഷെ നാട്ടിൽ തന്നെ ഇല്ല, നാട്ടിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ വരുന്ന നമ്മളെ തേടി എത്തുന്ന സിനിമകൾ മാത്രമേ അന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛന്റെ സ്റ്റുഡിയോ ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ സ്റ്റുഡിയോ മാറി, സ്റ്റുഡിയോ ഉണ്ട്. അനിയൻ നോക്കുന്നുണ്ട്. അനിയൻ നോക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരല്ലേ? 3 പേര്, ഒരു സിസ്റ്ററും. സിസ്റ്റർ എവിടെയാ? സിസ്റ്റർ ഏറ്റവും ഇളയ ആളാണ്, ഓസ്ട്രേലിയയിലായിരുന്നു, ഇപ്പൊ കോഴിക്കോടുണ്ട്. ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലം കഴിഞ്ഞ് സിനിമ നായകനായിട്ട് തന്നെ പല സിനിമകളും വന്നു. ഇപ്പൊ കൺമഷി, പ്രണയമണിത്തൂവൽ, കുറെ സിനിമകൾ. ആ തെരഞ്ഞെടുപ്പ് ശരിയായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇതെന്താണെന്നറിയോ, നമുക്ക് ഈ സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അങ്ങനെ ശരി തെറ്റുന്നൊന്നുമില്ല. നമുക്ക് ആ സമയത്ത് നമുക്ക് വരുന്നതല്ലേ, നമുക്ക് അതിനകത്ത് നിന്നല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു വളർച്ചയിൽ ഇതൊക്കെ നമുക്ക് ഗുണകരമായിട്ടുണ്ട്. നമ്മൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന വഴികളിലൂടെയാണ്. ഇപ്പം ഞാനൊരു നടൻ എന്നുള്ള രീതിയിൽ ഞാൻ കോൺഫിഡൻ്റ് ആയി തുടങ്ങിയത് കുറേ വർഷങ്ങൾക്ക് ശേഷം. ഇപ്പം നേരത്തെ പറഞ്ഞ കൺമഷിയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഘട്ടം തൊട്ടാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. കാരണം ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഉണ്ട്. നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിൽ നിന്ന് നമ്മളൊരു ഹീറോ മെറ്റീരിയൽ ആവുന്ന അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നടനാവുക എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു പീരീഡ് ഉണ്ട്. അപ്പൊ ആ പീരീഡ് നമ്മൾ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്തും ഇങ്ങനെയുള്ള സിനിമകൾ ഞാൻ ചെയ്തത് അതെനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആ സമയത്ത് ഞാനൊരു ഓക്കെ ആ ക്യാരക്ടറിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അപ്പൊ പക്ഷെ ഇപ്പോഴത്തെ പുതിയ നടന്മാർ, ഇപ്പൊ നമ്മൾ ഫഹദ് നോക്കിയാലും ഇങ്ങനെയുള്ള ആരും നോക്കിയാലും ഇവരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിനിമ തിരഞ്ഞെടുക്കും. നിങ്ങൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നോ നിങ്ങളുടെ തലമുറയ്ക്ക് ആ സമയം? അല്ല, ആ സമയത്ത് ഇപ്പോൾ ഫഹദായാലും ഒരു സിനിമ ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോയി വന്നിട്ട് 2-3 സിനിമകൾ കഴിയുമ്പോഴാണ് നമുക്കൊരു ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അന്ന് നമുക്ക് കുറവായിരുന്നു. അന്ന് ആക്ച്വലി ആ കാറ്റഗറി ഓഫ് സിനിമകൾ, ആ പ്രായത്തിലുള്ള നമ്മളെ ഒരു നടനെ ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സുള്ള സിനിമകൾ കുറവായിരുന്നു. അപ്പൊ ആ അത്തരം സിനിമകളിൽ നിന്നല്ലേ നമുക്കൊരു അന്ന് വലിയ വൻമരങ്ങളായിട്ടുള്ള മമ്മൂക്കയും ലാലേട്ടനും. അപ്പൊ അതെ, ഞാൻ പറയുന്നത് അന്നത്തെ കാലത്ത് അവരുടെ സിനിമകളായിരുന്നു കൂടുതലും. നമ്മളും ഇപ്പൊ ഞാനന്ന് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വിഷുവിന് അല്ലെങ്കിൽ ഒരു ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഇവരുടെ ഏതെങ്കിലും ഒരു സിനിമ കാണാനാ. അപ്പൊ ഏതാ റിലീസ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ അന്ന് സിനിമയുടെ എണ്ണവും കുറവായിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന സിനിമകൾ അന്നും ഇന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമുണ്ട് എണ്ണം കൊണ്ട്. അതെ ശരിയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ നായകനായി പല സിനിമകളും വന്നു. അതിനുശേഷം വർഷത്തിൽ ഒരു സിനിമ എന്നുള്ള മട്ടിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ സ്ഥിരമായ സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു അല്ലേ? നമ്മളൊക്കെ എപ്പോൾ കണ്ടാലും വിനീത് അവിടെ ഇവിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആയിരുന്നു അല്ലേ? ജീവിക്കണ്ടേ, എന്തെങ്കിലും സിനിമ വർഷത്തിൽ ഒന്നാണ് നമ്മളെ തേടി വരുന്നത്. അതെ. അപ്പോൾ സ്റ്റേജ് ഷോസ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയൊരു അനുഗ്രഹവും ഇത് രണ്ടും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഞാൻ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു
പൈസ അല്ലെങ്കിൽ ഒരു ഇൻകം എന്നുള്ളതിനപ്പുറത്ത് ഞാൻ സ്റ്റേജിൽ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ചില പ്രോഗ്രാമിന് ഇപ്പം നമ്മളെ വിളിച്ച ചില പരിപാടികൾക്ക് ചെല്ലുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമല്ലാത്ത പാട്ടാണെങ്കിൽ ഞാൻ അത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഇത് വേണ്ട എനിക്ക് വേറെ തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാനും കൂടെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ഡാൻസറും കൂടെ എൻജോയ് ചെയ്യുമ്പോഴാണ് ആ ഡാൻസ് സ്റ്റേജിൽ കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ അന്ന് എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ്, അങ്ങനെ അന്ന് ഒരുപാട് വിദേശ യാത്രകൾ നമുക്ക് ഇന്നത്തെ പോലെ അല്ല. അന്ന് ഇങ്ങനെയുള്ള ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് ഷോസുകൾ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ലാലേട്ടന്റെ കൂടെ ആയാലും മമ്മൂക്കയുടെ കൂടെ ആയാലും അങ്ങനെയൊക്കെ എനിക്ക് പ്രോഗ്രാംസിന് പോകാൻ പറ്റിയിട്ടുണ്ട്, ഇന്ത്യക്ക് അകത്തും പുറത്തും. ഈ പറഞ്ഞ 2 വൻമരങ്ങളുടെ കൂടെയൊക്കെ വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ അഭിനയിച്ച് അവരുമായിട്ട് ആത്മബന്ധം ഇല്ലേ? തീർച്ചയായും. കാരണം നമുക്ക് ഞാൻ ഇപ്പോൾ വടക്കൻ വീരാതെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ മമ്മൂക്കയെ കണ്ടിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ഞാൻ അന്നത്തെ ഞങ്ങളുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്തുള്ള മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ ഉണ്ട്. കാരണം മമ്മൂക്കയൊക്കെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു, ഐ മീൻ കുട്ടിക്കാലത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഈ കുട്ടി പ്രായം, അതായത് ചെറുപ്പകാലം മമ്മൂക്കയുടേത് കുറച്ച് സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സേതുരാമയ്യർ CBI എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ മമ്മൂക്ക എന്ന് പറയുന്ന നടനെയും വ്യക്തിയെയും കൂടുതൽ അടുക്കുന്നത്. കാരണം അദ്ദേഹവുമായിട്ട് എനിക്ക് സ്ക്രീൻ സ്പേസ്, ഐ മീൻ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് സേതുരാമയ്യറിലാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അന്നത്തെ ആ ഒരു അതിനുശേഷമുള്ള ഒരു ആത്മബന്ധം, പിന്നെ ഞങ്ങൾ ലാലേട്ടനുമായിട്ട് ഞാൻ ഭരതം തൊട്ട് അതന്നെ ആ സമയം തൊട്ട് തന്നെ ഞങ്ങൾ ഒരുപാട് സിനിമകളും ഒരുപാട് പ്രോഗ്രാംസും ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ പറഞ്ഞ നമ്മൾ ഭരതം ഒക്കെ പറയുമ്പോൾ ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു ഭീകരനായ ഒരു മനുഷ്യനല്ലേ, അതൊക്കെ എത്ര പെട്ടെന്ന് സിനിമയെന്ന് പോയി, എന്തൊരു വലിയ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചല്ലേ. അപ്പം ശരിക്കും വിനീതൊക്കെ അതിങ്ങനെ അവരൊക്കെ ആയിട്ട് ഭയങ്കര അനുഗ്രഹീതനായ ഒരു മനുഷ്യൻ തന്നെയാണ്. അല്ല, എനിക്ക് എന്താണെന്ന് അറിയാമോ, ലോഹിത് സാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടം ആ സമയത്ത് ഉണ്ടായിരുന്നത് നിവേദ്യം എന്ന് പറയുന്ന ഒരു സിനിമ പിന്നീട് അദ്ദേഹം ഷൂട്ട് ചെയ്തു. പക്ഷെ അന്ന് ആദ്യം അത് ആലോചിച്ചിരുന്നപ്പോൾ ഞാനും മഞ്ജുവിനെയും വെച്ചിട്ടായിരുന്നു അദ്ദേഹം ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥയും അതിന്റെ ഡിസ്കഷനൊക്കെ ആയിട്ട് തന്നെ ഒറ്റപ്പാലത്ത് അവിടെ അദ്ദേഹം സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പൊ ആ ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് ഞങ്ങൾ കഥയൊക്കെ കേൾക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയത്ത് ഞാൻ കാണുമ്പോൾ, ഞാൻ എപ്പോഴെങ്കിലും ഒറ്റപ്പാലം വഴി പോകുന്ന സമയത്ത് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കഥകൾ പറയും. പിന്നെ ഒരു അദ്ദേഹത്തിന്റെ ചില സങ്കടങ്ങൾ പറയും. സങ്കടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു റൈറ്ററായിട്ടും അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ, അതായത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കഥകൾ പറയാൻ. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് മണിച്ചേട്ടനെ വെച്ചിട്ട് ഒരു കഥയുണ്ട്, ഒരു കാര്യരുമ്പിന്റെ കരുത്തുള്ള ഒരാളുടെ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഷ അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു കഥയുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ പ്രൊഡ്യൂസർ ഇല്ല. അപ്പൊ അങ്ങനെ അപ്പോൾ ഒരുപാട് കഥകൾ നമുക്ക് സിനിമയായിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക്, കാരണം ലോഹിത് സാർ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ കഥകളിൽ ചിലതൊന്നും ഞാൻ സിനിമയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 10-20 വർഷം മുമ്പ് നമ്മൾ ഈ പറഞ്ഞ സൗഹൃദത്തിലെത്തുന്ന കാലം തൊട്ട് രമേഷ് കോട്ടകൽ എന്ന് പറയുന്ന നമ്മുടെ കോമൺ ഫ്രണ്ട് പറയായിരുന്നു, ഇവൻ സംവിധായകനൊക്കെ ആവും, അല്ലാതെ ഇവൻ ഇതുമായിട്ട് നിൽക്കില്ലെന്ന്. അന്ന് തൊട്ട് രമേഷിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ രമേഷിനൊക്കെ കൃത്യമായും തോന്നിയിട്ടുണ്ട് സംവിധായകനിലേക്കാണ് പോക്കെന്ന്. അപ്പോൾ ശരിക്കും സംവിധായകനാകാൻ ആദ്യം തൊട്ട് ആഗ്രഹിച്ചിരുന്നോ, അതോ ഈ പറഞ്ഞ പോലെ മറ്റേ കുറേ അഭിനയിച്ചു, ഇനിയിപ്പോൾ ഇത്ര ഒരു മുതിർന്ന നടന എന്നാൽ അതിൻ്റെ സംവിധാനത്തിലേക്ക് എന്നായിരുന്നു, എന്താണ്? ഒരിക്കലും ഇല്ല. ഞാൻ എന്താണെന്നറിയോ, ഞാൻ എൻ്റെ വീട്ടിൽ വീഡിയോ ക്യാമറ പണ്ടുതൊട്ടേ ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സ്കൂൾ ടൈമിൽ തന്നെ, ഞാൻ സിനിമയിൽ വന്ന് തുടങ്ങി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു ഷോർട്ട് ഫിലിംസ് ആയിട്ട്. ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത് ഇന്നത്തെ ക്വാളിറ്റിയിലുള്ള ഒരു ഷോർട്ട് ഫിലിമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ അനിയനെയും അനിയത്തിനെയും പിന്നെ അവിടുത്തെ അനിയന്മാരെയൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്ന രീതിയിൽ പാട്ടുകൾ വിഷ്വൽ ചെയ്യാം. ഞാൻ അന്ന് നമ്മുടെ ഒരു കാലഘട്ടത്തിലാണല്ലോ എ ആർ റഹ്മാനെ പോലെ ഒരു ലെജൻഡ് ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇറങ്ങുന്ന CD ഫസ്റ്റ് വാങ്ങിക്കും, എന്നിട്ട് അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് എന്തെങ്കിലും പോർഷൻസ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യും അനിയനെയും അനിയത്തിനൊക്കെ വെച്ചിട്ട്. വലിയ റിക്വസ്റ്റ് ഒക്കെ നടത്തണം, എന്നാലേ അവരെ ഡേറ്റ് തരുള്ളൂ. കാരണം ബാക്കി സമയത്തൊക്കെ ഞാൻ മൂത്ത ആളായതുകൊണ്ട് ഇവരെ ഡോമിനേറ്റ് ചെയ്യും. ആ സമയത്ത് മാത്രം വലിയ റിക്വസ്റ്റ് ആയിട്ട് ചെന്ന് എന്തെങ്കിലുമൊക്കെ ചില ഓഫറിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവർ അഭിനയിക്കുക. അങ്ങനെ കുറെ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ ആഗ്രഹം ഒരു ഫിലിം മേക്കർ ആവുക അങ്ങനെയായിരുന്നു. കഥകൾ ഉണ്ടാക്കുക, ആ കഥകൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അത് ഞാനൊരു പ്രാക്ടീസ് ആയിട്ട് അന്ന് ചെയ്യുമായിരുന്നു. ഞാനൊരു കഥ ആലോചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് കിട്ടുന്നത് വരെയും എന്നെ ഭയങ്കരമായിട്ട് അതിങ്ങനെ നമ്മൾ അതിനെ തന്നെ ചേസ് ചെയ്യും. അപ്പോൾ ഫൈനലി അതിൻ്റെ ക്ലൈമാക്സ് ആയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതെന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും, ഞാൻ കണ്ടൊരു സിനിമയാണ് എന്നുള്ള രീതി പറയും. അപ്പൊ അതിൽ അവർ എത്രമാത്രം എക്സൈറ്റഡ് ആവുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ഹൈ. അത് ആ സമയത്തുള്ള ഒരു ശീലമായിരുന്നു.
അപ്പോൾ ഫിലിം മേക്കർ എന്ന് പറയുന്നത് നേരത്തെ ബൈജുഭായ് പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഓക്കെ ഇനി ഇതിലൊന്ന് ശ്രമിക്കാം അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഞാൻ വന്നതാണ്. അപ്പൊ ഈ അതിന്റെ ഇടയിൽ കുറെ ആഡ് ഫിലിമുകൾ ചെയ്തു അല്ലേ? ആഡ് ഫിലിംസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ശരി. അപ്പൊ അതായിരുന്നു ഇതിന്റെ ഒരു അടിത്തറ സിനിമ ആഡ് ഫിലിംസ്. ഞാൻ ആക്ച്വലി നമ്മൾ ഈ അഭിനയം മാത്രമായതുകൊണ്ടും എനിക്ക് ഒരിക്കലും ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്നിട്ട് പഠിക്കാൻ ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു പരസ്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതും ഈ കൺവെൻഷണൽ ആയിട്ടുള്ള പരസ്യങ്ങളല്ലാതെ കുറച്ചുകൂടെ സ്റ്റോറി ടെല്ലിംഗ്, ഒരു 1 മിനിറ്റിലൊക്കെ ഒരു കഥ പറയുന്ന പോലുള്ള പരസ്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് നമുക്ക് അങ്ങനെയുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ആഡ് ഫിലിംസ് ചെയ്യുന്ന സമയത്ത്. നല്ല എക്യുപ്മെന്റ്സ്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൺസ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ഗ്രിപ്പ് കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായി സംവിധാനം ചെയ്തത്. ഇപ്പം വേറൊരു കാര്യമുണ്ട്, സംവിധാനം ചെയ്ത 3 സിനിമകൾ സൂപ്പർ താരങ്ങളാണ് കേട്ടോ. ആദ്യത്തേത് ഫഹദ് ഫാസിൽ, രണ്ടാമത്തേത് ടൊവിനോ, മൂന്നാമത്തേത് ദിലീപ്. 3 പേരും ഗംഭീര കക്ഷികളെയാണ് കിട്ടിയത്. ഒരു പുതിയ സംവിധാനം സംബന്ധിച്ച് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ എനിക്ക് സംവിധാനം ചെയ്യാറായി അല്ലെങ്കിൽ ഞാൻ സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് തീരുമാനിച്ച ഒരു നിമിഷം ഏതായിരുന്നു? ഞാൻ ആക്ച്വലി ഞാനല്ല അത് തീരുമാനിച്ചത്, അത് രഞ്ജിയേട്ടനാണ് തീരുമാനിച്ചത്. കാരണം ഞാൻ പരസ്യം ചെയ്തു തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു പരസ്യം, നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ജമേഷും ആയിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത് ഒരുമിച്ച്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു പരസ്യം അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത പരസ്യം തിരു സാറാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ വരുന്ന സമയത്ത് ഷാനു ഉണ്ടായിരുന്നു, ഫഹദ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഫ്ലാറ്റിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫഹദിന് ഇത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അകത്ത് ഒരു ചായ വെക്കാൻ വേണ്ടിട്ട് അകത്ത് ചെന്ന്, അപ്പോ ഇവൻ പരസ്യം തീർന്നു കഴിഞ്ഞ് ഇവൻ കിച്ചണിലേക്ക് വന്നിട്ട് ഷാനു എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു പടം ഡയറക്റ്റ് ചെയ്യണം, ബാക്കിയെല്ലാം ഞാൻ പ്ലാൻ ചെയ്യാം. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഷാനു ഞാൻ റെഡി ആയിട്ടില്ല, എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, നീ ഇമ്മീഡിയറ്റ് ആലോചിക്കണം എന്നൊക്കെ അന്ന് ഷാനു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതിന് നമ്മൾ ഈ പരസ്യങ്ങൾ ചെയ്യുക, പൊതുവെ എനിക്ക് ഒരു പുഷ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് എൻ്റെ. എനിക്ക് ആരെങ്കിലും ഒരാൾ എന്നെ ഇങ്ങനെ പുഷ് ചെയ്താൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് വരുള്ളൂ. അപ്പൊ ഞാനത് സിനിമയായിട്ട് ആരുടെ അടുത്ത് ഞാൻ അപ്രോച്ച് ചെയ്യോ കഥ പറയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കെ അവിചാരിതമായിട്ട് ഒരു ദിവസം ഫ്ലാറ്റിൽ രഞ്ജിയേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ ലാലുവേട്ടനും രഞ്ജിയേട്ടനും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഞാനും രഞ്ജിയേട്ടനും മാത്രമായി. അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ നീ എന്താ ഇപ്പൊ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പരസ്യങ്ങൾ ചെയ്യാറുണ്ട്, അന്ന് കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അന്ന് ഷൂട്ട് ചെയ്ത പരസ്യം കാണിച്ചു കൊടുത്തു. കാണിച്ചു കഴിഞ്ഞപ്പോൾ രഞ്ജിയേട്ടൻ ഒന്നും പറഞ്ഞില്ല, ഒന്നുകൂടി ഇടാൻ പറഞ്ഞു. അങ്ങനെ 2 തവണ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് രഞ്ജിയേട്ടൻ്റെ ഒരു കോൾ വന്നു. ഈ തിരക്കഥ എന്ന് പറയുന്ന സിനിമയിൽ രഞ്ജിയേട്ടൻ്റെ മകനായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, നീ ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ചോദ്യമാണ്, ചെയ്യുന്നു അത്രയേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. അങ്ങനെയാണ് ഞാൻ തിരക്കഥയുടെ ലൊക്കേഷനിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചെയ്ത പരസ്യത്തെക്കുറിച്ച് രഞ്ജിയേട്ടൻ അവിടുത്തെ അസിസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ പ്രൊഡ്യൂസറായിരുന്ന സുബൈർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ പടം നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആയിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ കുറച്ചുകൂടെ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് രഞ്ജിയേട്ടൻ്റെ ബ്രദർ ഇതേ ആവശ്യമായിട്ട് വരുന്നത്. രഞ്ജിയേട്ടൻ പറഞ്ഞു അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന്. അങ്ങനെ എന്നെ ഡയറക്ടറായിട്ട് ഞാനായിട്ടുള്ള ഒരു ശ്രമം എന്നുള്ളതിനപ്പുറത്ത് എന്നെ പുഷ് ചെയ്തത് രഞ്ജിയേട്ടനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് അഡ്വാൻസ് ചെയ്ത് ഞാൻ അപ്പോൾ കഥയാവുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഞാനൊരു 3 സബ്ജക്റ്റുകളാണ്, ഞാൻ 3 ത്രെഡുകൾ, ഐ മീൻ ഒരു ഫുൾ 1 ലൈൻ ആയിട്ടല്ല, അത് ഞാൻ രഞ്ജിയേട്ടൻ്റെ അടുത്താണ് ആദ്യം കഥ പറയാൻ ചെല്ലുന്നത്. അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, ഞാൻ കമ്മിറ്റഡ് ആയിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിനപ്പുറത്ത് എൻ്റെ കോൺഫിഡൻസ്, ഞാൻ അതുവരെയും കഥ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണ്. ഇപ്പൊ ജമേഷൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഞങ്ങൾ എപ്പോൾ യാത്ര പോയാലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സിനിമയും ഞാൻ ആ സമയത്ത് ആലോചിക്കുന്ന കഥകളുമാണ്. അപ്പോൾ ഷാനുമായിട്ടും അങ്ങനെ തന്നെ. ഞാൻ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ എറണാകുളത്ത് വന്ന ഷാനു ആലപ്പുഴയിൽ നിന്ന് വരും. ഷാനു കണ്ട സിനിമയുടെ കഥ പറയും, ഷാനു ആലോചിക്കുന്ന കാര്യങ്ങൾ പറയും, ഞാൻ എൻ്റെ കഥകൾ പറയും. അപ്പൊ ഞാനും അന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നത് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഉണ്ടാവുന്നായിരുന്നു. കാരണം അന്ന് ഫഹദും കൃത്യമായിട്ട് ഞാൻ പറയുന്ന കഥകളിലുള്ള സജഷൻസ് പറയും. അപ്പൊ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു സൗഹൃദം, അങ്ങനെയായിരുന്നു. അപ്പൊ എല്ലാവരുടെ അടുത്തും കഥ പറയുമെങ്കിലും ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരല്ലേ. അത് കഴിഞ്ഞിട്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരുപാട് സിനിമകളിലൂടെ മലയാളികൾ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു റൈറ്ററും ഡയറക്ടറുമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറയാൻ ചെല്ലുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതില് ഷാനുവിനോട് പറഞ്ഞ കഥയുണ്ട്.
ഷാനുവിനോട് പറഞ്ഞ, അതായത് ഞാൻ ഷാനുവിൻ്റെ അടുത്തൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞും വിട്ടും കളയും. അപ്പോൾ എൻ്റെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്ന ആ സമയത്തുള്ളത്, നമ്മളൊരു കഥ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കട്ടാവും. അതായത് നമ്മൾ ആ കഥ പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് എത്തുന്നത് വരെയാണ് അതിൻ്റെ എന്താ പറയുക നമ്മളെ ആ കഥ ഡ്രൈവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ നിന്ന് കട്ടായി അടുത്ത കഥയിലേക്ക് പോകും. അപ്പം അങ്ങനെ പല കഥകളും ആലോചിക്കും, വിടും. ചിലത് നമ്മൾ കണ്ട സിനിമകൾ ഇൻസ്പയർഡ് ആവും, അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ഷാനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ പോകുന്ന ഒരു കാലത്ത് പക്ഷേ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്നെ ആ സമയത്ത് നമ്മുടെ ലൈഫിൽ നിന്ന് സ്വാധീനിച്ച ചില റിയൽ ക്യാരക്ടേഴ്സും ചില ഇൻസിഡൻസ് ഒക്കെയാണ് കഥയിലേക്ക് മാറിയത്. അപ്പൊ അങ്ങനെ ഒരു 3 ഐഡിയ ആണ് ഞാൻ രഞ്ജിയേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ രഞ്ജിയേട്ടൻ അത് 3ഉം ഓക്കെ അടിച്ചു. എന്നോട് പറഞ്ഞു 3ഉം നല്ല തോട്ട്സ് ആണ്. അത് എനിക്ക് ആദ്യത്തെ മാർക്ക്, എന്താ പറയാ, ഫസ്റ്റ് ഓക്കെ ടിക് ടിക് ടിക്. അപ്പൊ എന്നോട് പറഞ്ഞു ഇതിൽ നീ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞാണ് നീ കുറേ കൂടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിൽ തന്നെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അത് എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി ഞാൻ തന്നെയാണ് എഴുത്തു തുടങ്ങിയത്. അതെന്താണ് അങ്ങനെ? ഇപ്പൊ വേണമെങ്കിൽ ഒരു നല്ല തിരക്കഥാകൃത്തിന്റെ കൂടെ ഇരുന്നെങ്കിലും എഴുതാമായിരുന്നല്ലോ, സ്വയം അധികം തീരുമാനിച്ചെന്താ? അല്ല, ഞാൻ അതായത് രഞ്ജിയേട്ടൻ്റെ അടുത്ത് ഞാനാണല്ലോ കഥ പറഞ്ഞതും രഞ്ജിയേട്ടനാണ് പറഞ്ഞത് നീ എഴുത് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എഴുതാമെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ എഴുതാനിരിക്കുന്നത്. അപ്പോൾ ഈ എഴുതാനിരുന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഉള്ളൊരു വലിയൊരു പ്രശ്നം, എൻ്റെ ഒരു പ്രോബ്ലം ഞാൻ മനസ്സിലാക്കിയത്, നമുക്കൊരു സീൻ എഴുതാൻ ഒരുപാട് സമയമെടുക്കുന്നു ഞാൻ. കാരണം എനിക്കതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ കിട്ടിയാൽ, അതായത് ഒരു പരിധിവരെ ഞാൻ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് എൻ്റെ മേക്കർ എൻ്റെ റൈറ്ററിനേക്കാളും കൂടുതൽ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ ഒരു പ്രോസസ്സ് നമുക്കത് ശീലമില്ലാത്തതിൻ്റെതാണ്, നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട്. അപ്പോൾ അത് ഒരുപാട് ടൈം ടേക്കിംഗ് ആയിരുന്നു. പക്ഷേ സ്റ്റിൽ എനിക്ക് ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് രവിചേട്ടൻ ചോദിക്കും എന്തായെന്ന് ചോദിക്കും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ പറയാം എന്ന് പറയുന്നു. രഞ്ജിയേട്ടൻ്റെ അടുത്ത് കഥ പറയുന്നു, ഞാൻ എഴുതിയ എൻ്റെ സ്റ്റേജ് പറയുന്നു. രഞ്ജിയേട്ടൻ അദ്ദേഹം പറഞ്ഞ കമൻസ് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. കാരണം അങ്ങനെ അത്രയും രസകരമായിട്ട് അദ്ദേഹം എനിക്കതിന് പറഞ്ഞു. അതിനകത്തുള്ള അദ്ദേഹം പറഞ്ഞ ഓരോ പോയിന്റ്സും എനിക്ക് ഭയങ്കര വാലിഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ ആദ്യം പറഞ്ഞ പ്രശ്നം എൻ്റെ തലയിൽ കയറാൻ തുടങ്ങിയത്, അതെനിക്ക് ബോറടിച്ചു തുടങ്ങി. ഇതാണോ എൻ്റെ ഫസ്റ്റ് സിനിമ, അപ്പോൾ മാറ്റി പിടിക്കാം എന്നുള്ള തീരുമാനം വരുന്നു. കാരണം ആ സമയത്ത് ഇറങ്ങിയ, ഞാനതിനൊരു എക്സ്ക്യൂസ് പറഞ്ഞത്, ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയുടെ, കാരണം ആദ്യത്തെ സിനിമ അതിൻ്റെ അകത്തുള്ള സെൻട്രൽ ക്യാരക്ടർ മമ്മൂക്കയായിരുന്നു. അന്ന് ഞാൻ രഞ്ജിയേട്ടൻ്റെ അടുത്ത് ആ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, രഞ്ജിയേട്ടാ ഇത് ആര് ചെയ്യാം? പറഞ്ഞു അത് മമ്മൂക്കല്ലേ ആ ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ പറയാ, മനസ്സിൽ ആഗ്രഹിച്ചതും അത് അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് രഞ്ജിയേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു കിട്ടിയപ്പോൾ ശരി, അങ്ങനെയാണ്. ആ ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട്. കാരണം നമ്മുടെ മാത്രമല്ല ഏത് പുതുമുഖ സംവിധായകന്റെ ഒരു ആഗ്രഹമാണല്ലോ മമ്മൂക്കയെ പോലൊരു നടനെ വെച്ചിട്ടൊരു സിനിമ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലാനിലാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഇറങ്ങിയ മമ്മൂക്കയുടെ ഒരു സിനിമയുടെ ചെറിയൊരു സാമ്യം ക്ലൈമാക്സിൽ എവിടെയോ, അത് പക്ഷെ ഞാൻ കണ്ടുപിടിച്ചാണ്. അത് എന്റെ എക്സ്ക്യൂസിനാണ്. ഈ കഥ എനിക്ക് ബോറടിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ അടുത്തൊരു കഥ പറയുന്നു. അപ്പൊ രഞ്ജിയേട്ടൻ ആ കഥ എന്നാ നീ അത് ആലോചിക്കുന്നു പറയുന്നു. അത് ഇതേപോലെ ഞാനൊരു ഫുൾ ഫോം ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നു. അദ്ദേഹം ക്ലൈമാക്സിൽ 1-2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, അതിങ്ങനെ ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഇതേ പ്രശ്നം വന്നു. ഞാൻ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ രഞ്ജിയേട്ടൻ ആ കഥ ഞാൻ വിട്ടു, ഞാൻ വേറൊരു പരിപാടി പറയാം. അപ്പം രഞ്ജിയേട്ടൻ പറഞ്ഞു, എനിക്ക് നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി, അദ്ദേഹം എന്നെ പോലുള്ള കുറേ വില്ലന്മാരെ കണ്ടതായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു വേറൊരു തരം സൈക്കോളജിയാണ് നിന്റെ ഉള്ളിൽ വർക്കാവുന്നത്, ഞാനൊരു കഥ പറയാം, ആ കഥ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കഥ പറയുന്നത്. അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമയുടെ കഥ പറയുന്നത്. രഞ്ജിയേട്ടൻ്റെ കഥയാണ്. ഞാനാണത് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. എനിക്ക് അതിന്റെ ഡയലോഗ്സ് ഒക്കെ എഴുതാൻ വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ ഈ അപരൻ സിനിമയുടെ സാമ്യം തോന്നിയോ ആദ്യകാലത്ത്? എനിക്കങ്ങനെ ഒരു, അതായത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഇത്തരം സിനിമകളുടെ ഒക്കെ ഇതെങ്കിലും അങ്ങനെ ഒരു ഡയറക്റ്റ് കഥയല്ല. അപരൻ എന്ന് പറയുന്ന സിനിമയുടെ അതിന്റെ ഒരു സോൾ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ് രണ്ടും തമ്മിൽ. കാരണം ഒരാളുടെ ഇല്ലായ്മയിൽ നിന്ന് അത് ആരാണ് എന്നറിയാതെ പോകുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അതിനകത്തുണ്ട്. അതിനകത്ത് ഒരു ഗുണ്ടയാണെന്നുള്ളത് കൊണ്ട് അല്ല, ഇതൊരു നായകൻ സിനിമ. അതായത് ഇതിനകത്ത് ഞാൻ ആദ്യം ഈ കഥ പറയുന്ന സമയത്ത് 2 ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതായത് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടനും ഉണ്ടായിരുന്നു, പ്രകാശൻ എന്ന് പറയുന്ന ഗുജറാത്തിൽ കച്ചിൽ ജോലി ചെയ്യുന്ന അമ്മാവന്റെ കൂടെ ജോലി ചെയ്യുന്ന, അങ്ങനെ 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫഹദുമായിട്ടുള്ള ഡിസ്കഷനിൽ ഞാൻ ഫസ്റ്റ് ഫഹദിൻ്റെ അടുത്ത് പറഞ്ഞത്,
ഇതിൽ ഒരാളേ ഉള്ളൂ, പ്രകാശൻ മാത്രമേ ഉള്ളൂ. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആക്ടറിനെ നമ്മൾ സിനിമയിൽ കാണിക്കുന്നില്ല ഇവിടെ. അങ്ങനെയാണ് ഞാനത് കൺസീവ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രഞ്ജിയേട്ടൻ്റെ അടുത്തും പറഞ്ഞു. എന്നിട്ടാണ് ഞാനത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനൊരു പ്രഷർ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ പ്ലേ ടൈം വേണമായിരുന്നു. അപ്പൊ രഞ്ജിയേട്ടൻ പറഞ്ഞു, നിനക്ക് സമയം തന്നാൽ നീ വീണ്ടും ഉഴപ്പും, അതുകൊണ്ട് നീ അങ്ങ് അത് നടന്നോളും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യത്തെ സിനിമ തന്നെ എനിക്ക് രാത്രി ഈ പറയുന്ന പോലെ സീൻ എഴുതിയിട്ട് പിറ്റേന്ന് രാവിലെ പോയി ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ചെയ്യുന്ന സ്റ്റൈലിലേക്ക് മാറി കാര്യങ്ങൾ. അത് എന്താ പറയാ, നമുക്ക് അതിന്റെ പ്രഷറും ഉണ്ട്, അതോടൊപ്പം അതൊരു പ്രാക്ടീസും ആയിരുന്നു. അന്ന് ആ സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളത് അതൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എങ്കിലും വിചാരിച്ച പോലെ പടം വന്നു എന്ന് തന്നെയാണോ വിശ്വാസം? വിചാരിച്ച പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും എന്താ പറയുക, സിനിമ ഞാൻ ഒരു ബൗണ്ടഡ് സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിനിമ ആദ്യമേ കൺസീവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. സിനിമ ഇവോൾവ് ചെയ്ത് വരുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാവും. ഇപ്പം ഞാനല്ല ചെയ്യുന്ന സമയത്ത് ഞാൻ ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പരസ്യങ്ങൾ ചെയ്തു എന്നല്ലാതെ. പക്ഷെ എന്നാൽ പോലും രാത്രി ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊരു എഡിറ്റ് നടക്കാറുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് വണ്ടി പോകുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞ് ഞാൻ മാറ്റിക്കാറുണ്ട്, ആ സീൻ എനിക്ക് വേണ്ടി വരില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് അവിടത്തേക്ക് വേണ്ട, നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടുത്ത ലൊക്കേഷൻ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഷൂട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് തലേന്ന് രാത്രി ചിലപ്പോൾ 1 മണിക്കൊക്കെ ഞാൻ എൻ്റെ കൺട്രോളർ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയിട്ട്, ഞാൻ എല്ലാ സീനും അല്ല, അങ്ങനെ 1-2 സീനുകളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു നമ്മുടെ ഉള്ളിൽ ഒരു എഡിറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ഇവോൾവിങ് പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ അത് എൻ്റെ ഫൈനലി ഞാൻ ക്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് QC ചെക്കിന് ചെല്ലുന്നത് വരെയും എൻ്റെ സിനിമ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എഡിറ്റിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ശരിക്കും ഏത് തരത്തിലുള്ള സിനിമകളാണ് മനസ്സിലുള്ളത്, അതോ എല്ലാ തരം സിനിമകളും ചെയ്യണമെന്നാണോ? സിനിമകൾ ഞാൻ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഹാർഡ് കോർ ഫിലിം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സിനിഫൈൽ ആയിട്ടുള്ള ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന, പിന്നെ നേരത്തെ ഞാൻ ബൈജുബേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ല, നമ്മളുടെ ഒരു വളർച്ചയിൽ നമ്മുടെ പ്രായമാവുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചകളിലൂടെയും നമ്മുടെ വായനകളിലൂടെയും നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മൾ രൂപപ്പെട്ടു വരുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു കലാകാരൻ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അയാൾക്ക് തൃപ്തി തരുന്ന, അയാളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനത്തിലേക്കേ നമ്മൾ എത്തുള്ളൂ. അതിനൊരു ജോണർ സ്പെസിഫിക് ഇല്ല. അതായത് നമ്മുടെ ത്രില്ലർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമഡി, അല്ലെങ്കിൽ നമ്മുടെ ഒരു റൊമാൻറ്റിക് ഫിലിം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു സിനിമ ഞാൻ ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കിപ്പോൾ ഒരു ധാരണയില്ല. ഞാൻ ഇപ്പോൾ എഴുതുന്ന കഥ എൻ്റെ തന്നെ കഥയാണ്. അപ്പോൾ എനിക്കറിയാം ഈ കഥ എത്ര കാലം കൊണ്ട് എൻ്റെ ഉള്ളിലുണ്ട്. അത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ആ ഇവോൾവിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്കറിയില്ല ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണെന്ന് ഇപ്പോൾ ഒരു ധാരണയില്ല. പക്ഷേ ആ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്ക് അതില്ലാതിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഐ മീൻ, ഒരു കഥ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു പീരീഡ് മാത്രമേ എനിക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ക്രേവിങ് തുടങ്ങും, അടുത്ത എന്താണ് ഭക്ഷണം നയോ എന്ന് പറയുന്ന പോലെ നമ്മുടെ ബ്രെയിനിന് അടുത്ത കഥയിൽ ഒരുപക്ഷെ ഞാൻ ആലോചിക്കുന്ന പല കഥകളും നടക്കാറൊന്നുമില്ല, പ്രൊജക്റ്റ് ആവാറൊന്നുമില്ല. പക്ഷെ ഇൻ ബിറ്റ്വീൻ വേറൊരു കഥ വന്നിട്ട് നമ്മൾ അത് ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. പക്ഷെ വിനീതിനൊപ്പമുള്ളവരൊക്കെ പരമ്പരാഗത സിനിമകൾ എന്ന് വിളിക്കാവുന്ന സിനിമകളുടെ ഭാഗമായിരുന്ന ആളാണ് പണ്ട്. അതായത് നല്ല ശില്പഭദ്രമായ ഒരു കഥ, അതുപോലെ നല്ല കുടുംബ ബന്ധങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കഥകളുടെ ഭാഗമായിരുന്ന ആളിപ്പോൾ ഏറ്റവും പുതിയ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് സിനിമയുടെ പോക്ക് എങ്ങോട്ടാണെന്നൊരു തോന്നലുണ്ടാകുന്നില്ല. അതിന്റെ രസം എന്താണെന്നറിയോ, ഇപ്പൊ പണ്ടത്തെ ഈ പരമ്പരാഗത സിനിമ, ശില്പഭദ്രമായ സിനിമ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, പഴയ സംവിധായകരുടെ അടുത്ത് നമ്മൾ അവരുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ലൊക്കേഷനിൽ ചെല്ലുന്നത് വരെ ഒരു സീൻ പോലും എഴുതിയിട്ട് ഒരു പേപ്പറിൽ ഇല്ലാതെ ഷൂട്ട് തുടങ്ങിയ എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീനേട്ടന്റെ ഒക്കെ പല കഥകളും നമുക്ക് കേൾക്കും പറയാം. ഫുൾ നടന്മാരെയും വിളിച്ച് പണ്ട് കോഴിക്കോടൊക്കെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന പല വലിയ പ്രൊഡക്ഷന്റെ സിനിമകളും ഡയറക്ടർ ഇന്നാളാണെന്ന് പറയുന്നു. ശശിയേട്ടനൊക്കെ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഷൂട്ട് തീർന്ന് ഇമ്മീഡിയറ്റ് അടുത്ത ലൊക്കേഷനിലേക്ക് പോയിട്ട് അവിടുന്നാണ് എന്താണ് സീൻ നോക്കുന്നത് പോലും. അപ്പൊ അതിൽ നിന്നൊക്കെ കുറേയും കൂടെ ഭദ്രമായിട്ട് സിനിമ നടക്കുന്നത് ഇപ്പോഴാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇപ്പം ശില്പഭദ്രൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ശ്രീനേട്ടൻ ഇപ്പൊ മനസ്സിലൊരു കഥ എനിക്ക് പറഞ്ഞത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് അന്നത്തെ ഫോർമാറ്റിൽ നിന്ന് കുറേയും കൂടെ ഫോർമാറ്റ് കുറച്ചുകൂടെ
പ്രിപ്പയർഡ് ആയിട്ട് വരുന്നത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, അന്നത്തെ അത്രയും കാലിബർ ഉള്ള ആളുകൾ നമ്മുടെ കൂടെ റൈറ്റേഴ്സ് ആയിട്ട് വളരെ കുറവാണ്. അത് എൻ്റെ റൈറ്റേഴ്സ് തന്നെ പലപ്പോഴും പറയാറുണ്ട്, പഴയ സിനിമകൾ എടുത്തിട്ട് ഇതൊക്കെ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് സത്യമാണ്, അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ, അത്രയും നമുക്കില്ല. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ പുതിയ തലമുറ എന്താണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആശങ്ക വരാറുണ്ടോ? ഇപ്പൊ പണ്ടിപ്പം ഈ പറഞ്ഞ ആദ്യത്തെ സിനിമ പോലും ഒരു ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് നിന്നു. പക്ഷെ അതിന് ശേഷമൊക്കെ വരുമ്പോൾ എന്താണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? കാരണം ഒരു സിനിമയ്ക്ക് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വിജയിച്ച ആവേശം അല്ലെങ്കിൽ ഏത് സിനിമ എടുത്താലും അങ്ങനത്തെ ഒരു കഥയോ ഒന്നുമല്ല, എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ ഇരുത്തുന്ന കുറേ സീനുകളാണ്. അപ്പം നിങ്ങളൊക്കെ എഴുതി വരുമ്പോഴത്തേക്ക് ഇതേമേ ഇത് ഏക്കോ എന്നൊരു സംശയം തോന്നാറുണ്ടോ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ രീതി വെച്ച് നോക്കുമ്പോൾ? ഞാനിപ്പോൾ അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോഴും, ഞാൻ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ സിനിമ ചെയ്തപ്പോഴും എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് ആ സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ആ സമയത്തുള്ള എൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമ പ്രേക്ഷകന് കൊടുക്കുക എന്നുള്ളതല്ലാതെ പ്രേക്ഷകരുടെ ഇഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഈ സിനിമ ഒരു 100 ദിവസം ഓടേണ്ട സിനിമയാണ് എന്ന് പറയുന്ന രീതിയിലായിരുന്നില്ല ഞാൻ സിനിമ കൺസീവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഇപ്പൊ ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു, ഈ സിനിമ ഒരു കമേഴ്ഷ്യൽ വയബിൾ ആയിട്ടുള്ളൊരു സിനിമയല്ല, അത് കൃത്യമായിട്ടൊരു നീഷ് ക്രൗഡിന് ഹാപ്പി ആക്കുന്ന അത്തരം സിനിമയാണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ കുറച്ചുകൂടെ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിലേക്ക് സിനിമ കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം മാറി തുടങ്ങി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ആ സിനിമയെ ആളുകളിലേക്ക് പ്രേക്ഷകരിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സിനിമ ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ റൈഫിൾ ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് അതിൽ ആ സിനിമ കമേഴ്ഷ്യലി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സാധ്യതകളെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ കൺസേൺ, ഇപ്പോൾ നമ്മൾ ഈ സിനിമയുടെ ഈ പറയുന്ന ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ സൈഡിൽ നിൽക്കുന്നത് കൊണ്ടും പ്രൊഡക്ഷൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു ബഡ്ജറ്റിലുള്ള സിനിമ ഇത് എങ്ങനെ ഫങ്ഷൻ ചെയ്ത് എടുപ്പിക്കും ആഷിഖ് എന്നുള്ളത് ഒരു കൺസേൺ ആയിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് അവരുടെ വിഷൻ കറക്റ്റായിരുന്നു. ശ്യാമും സുഹാസും ഷർഫും ദിലീഷ് നായരും എല്ലാവരും അവരുടെ ഒരു ടീം അതിനകത്ത് കൃത്യമായിട്ട് അവരുടെ ഇൻപുട്ട് കറക്റ്റായിരുന്നു, അവരുടെ വിഷൻ കറക്റ്റായിരുന്നു. എല്ലായ്പ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾ സിനിമ കാരണം ഈ ഹിറ്റ് ആവുന്നതിൻ്റെ ഒരു ഫോർമുല ആർക്കെങ്കിലും കൃത്യമായിട്ട് അറിയണമെങ്കിൽ അദ്ദേഹം അത് പ്രിന്റ് ചെയ്ത് വിറ്റാൽ കോടികൾ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് അറിയില്ലല്ലോ ഇത് ഏതാണ് ഹിറ്റ് ആവുക. പിന്നെ ട്രെൻഡും അങ്ങനെ ഒരു നമുക്കൊരു സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ ആളുകൾക്ക് അങ്ങനെയൊന്നുമില്ല. ഏത് ജോണർ പറയുന്നു ആ ജോണർ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് ആളുകളിലേക്ക് ആ ഇമോഷൻ എത്തുകയാണെങ്കിൽ അത് വർക്കാവും. ശരിയാണ്. അപ്പം ഈ അതിനുശേഷം ദിലീപ് എന്ന് പറയുന്ന മലയാളത്തിലെ ഉന്നത സൂപ്പർ സ്റ്റാർസ് ആണ് അഭിനയിച്ചത്. ദിലീപിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സംഭവിച്ചു, ജനങ്ങളുടെ ഇടയ്ക്ക് രണ്ടഭിപ്രായമൊക്കെ ആയ ഒരു സമയത്ത് ഒരു ഭാരം ഉണ്ടായിരുന്നു ദിലീപിനെ അഭിനയിപ്പിക്കുമ്പോൾ. ഞാൻ ആക്ച്വലി ദിലീപേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് കഥ പറയുന്ന സമയത്ത് ദിലീപേട്ടന് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. ഞാൻ ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ സിനിമ സംഭവിച്ചത്. പക്ഷെ ഞാൻ ആ കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെയും പോകുന്ന സമയത്ത് എനിക്ക് എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും വെച്ച് ഇത് ചെയ്തുകൂടെ, ആ കഥ നല്ലതല്ലേ എന്നൊക്കെ. പക്ഷേ നമ്മളുടെ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മളൊരാളുടെ അടുത്ത് ഒരു കഥ പറയുന്നു. ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം, ദിലീപേട്ടൻ എന്തെങ്കിലും എന്നോട് വിളിച്ചിട്ട് ആ സിനിമ വിനീത് ഞാൻ ചെയ്യുന്നില്ല, വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വേറൊരു നടനെ ആലോചിക്കുള്ളൂ എന്ന് ഞാൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ വരെയും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമുക്കിത് വേറെ ആരെങ്കിലും വെച്ച് ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതായിരുന്നു, ഞാൻ അദ്ദേഹത്തോട് ഫസ്റ്റ് കഥ പറഞ്ഞ അന്ന് തന്നെ ആ സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നു അദ്ദേഹം. കാരണം എൻ്റെ അടുത്ത് വേറെ പ്രൊഡ്യൂസർ നോക്കണ്ട, പിന്നെ ആ സിനിമ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ഞങ്ങൾ അന്ന് നടന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു നടനാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ വന്നൊരു കഥ പറഞ്ഞിട്ട് നാളെ എന്നോട് പറയാതെ അത് വേറൊരു നടനെ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ട്. അതും പലപ്പോഴും മര്യാദകേട് സംഭവിക്കാറുള്ളതാണ്, ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അപ്പാർട്ട് ഫ്രം നമ്മൾ ബാക്കി എന്തോ ആയിക്കോട്ടെ എനിക്കത് ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പലരും അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് എന്നെങ്കിലും ദിലീപേട്ടൻ ഈ സിനിമ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വരെ ഞാൻ ആ സിനിമ വേറെ ആരെയും വെച്ച് ചെയ്യില്ല. അങ്ങനെയാണ് ഞാൻ അതിനിടയിൽ ഡിയർ ഫ്രണ്ട് ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട് അത് ഞാൻ ദിലീപേട്ടനുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ട് ഞാൻ സ്ക്രീൻ പ്ലേ ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് പിന്നെയും ഡിലേ വരുന്നു അദ്ദേഹത്തിൻ്റെ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഒരു പ്രശ്നമില്ല, ഇപ്പം വിനീതിനെ ഇപ്പോൾ ഒരു പടത്തിലേക്ക് നല്ലൊരു റോളിൽ വിളിക്കാൻ ആലോചിക്കുമ്പോഴായിരിക്കും ഒരാൾ പറയുന്നത് വിനീത് ഇപ്പം മറ്റേ സിനിമ സംവിധാനമൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് വേറെ ആളെ വിളിക്കാം എന്ന് പറയില്ലേ? അഭിനയിക്കാനുള്ള അവസരങ്ങൾ കുറയില്ലേ ഈ സംവിധാനത്തിലേക്ക് വരുമ്പോൾ? ഇതെന്താണെന്നറിയോ, ഇതൊക്കെ
പഴയ കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ ഞാൻ ഫെഫ്കയുടെ മീറ്റിങ്ങിന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാനതാ നോക്കിയത്. അവിടെ ഒരുപാട് നടന്മാരുണ്ട്. അതായത് അഭിനയിക്കുന്നവര് സംവിധാനം ചെയ്യുന്നുണ്ട്, സംവിധാനം ചെയ്യുന്നവർ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ലാലുവേട്ടനൊക്കെ എത്ര പടങ്ങളാണെന്ന് അറിയാം. ഞാൻ ലാലുവേട്ടനോട് ചോദിക്കാറുണ്ട്, ലാലുവേട്ടൻ ഷൂട്ടിന് പോകുമ്പോൾ ഇനി ചോദിക്കണം ഡയറക്റ്റ് ചെയ്യാനാണോ അഭിനയിക്കാനാണോ? നായകനായിട്ട് തമിഴ് സിനിമയൊക്കെ വരുവൊക്കെ. ഇടയ്ക്ക് ഞങ്ങളൊരു പൂജക്ക് പോയപ്പോ ഏതോ ഒരു സംവിധാനം വന്നപ്പോ പറയുന്നത്, നീ എന്നോട് പറഞ്ഞ കഥ എന്തായി, അത് വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ലാലുവേട്ടൻ ഇപ്പൊ. അത്തരത്തിൽ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പവി കാറ്റേക്കർ എന്ന് പറയുന്ന ആ സിനിമ ഞാൻ സംവിധാനം ചെയ്ത് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നതിനിടയിലാണ് എനിക്ക് റൈഫിൾ ക്ലബിന്റെ കോൾ വരുന്നത്. അപ്പൊ എനിക്കത് ആ ഡേറ്റ്സ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടീം എനിക്ക് അത്രയും സപ്പോർട്ടായിരുന്നു, ആഷിഖിന്റെ ടീം. അപ്പൊ അവര്, ഞാൻ രാത്രി ഷൂട്ട് കഴിഞ്ഞ് രാത്രി ഞാൻ അവിടുന്ന് മുണ്ടക്കയത്തായിരുന്നു ഷൂട്ടിങ്, കുട്ടിക്കാനത്ത് നിന്ന് ഞാൻ നേരെ എറണാകുളത്ത് വന്ന് സൗണ്ട് മിക്സിങ്ങിന് ഇരുന്ന് പിറ്റേന്ന് രാവിലെ തിരിച്ചുപോയി, അങ്ങനെ ഷൂട്ട് ചെയ്ത പടം. അപ്പോൾ നമ്മളെ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടറിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആകെ നമ്മൾ അവൈലബിൾ ആണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ റൈഫിൾ ക്ലബിന് ശേഷം ഞാൻ ശരിക്കും എനിക്ക് ആക്ടിങ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സിനിമകൾ അങ്ങനെയാണ് ഞാൻ സംവിധാനം എന്നുള്ളത് ഞാൻ എഴുത്ത് പാരലലി നടക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും നമ്മളൊരു ഈ രണ്ട് സൈഡിലും നിൽക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഓരോ സൈഡിലുള്ള പ്രഷറും. അപ്പോൾ നമ്മൾ ഒരു കുറച്ചുകൂടെ മര്യാദക്കാരനാവും, കുറേയും കൂടെ മര്യാദക്കാരനാവും. പണ്ടും നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ചെറുപ്പത്തിലേ വന്നതുകൊണ്ട് നമ്മുടെ സ്കൂളിംഗ് ഒക്കെ ഈ പറയുന്ന 20 ദിവസം 28 ദിവസം കൊണ്ട് സിനിമ കംപ്ലീറ്റ് ചെയ്തൊരു കാലത്ത് നടനായിട്ടുണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഇതിനോടുള്ള ഒരു, ഞാൻ പറയുന്നത് ആ ഒരു ഫിലിം മേക്കിങ്ങിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത്, ആ പാറ്റേൺ നമുക്ക് കുറച്ചുകൂടി യൂസ്ഡ് ആയത് പലപ്പോഴും നമുക്ക് ഗുണകരമായിരുന്നു. അത് ഞാനിപ്പോൾ ചോദിക്കാത്ത ചോദ്യം. അതിപ്പോൾ റൈഫിൾ ക്ലബ് എന്നൊക്കെ പറയുന്നത് ഇപ്പം പുതിയ തലമുറ, മൊത്തത്തിൽ പുതിയ തലമുറയൊക്കെയുള്ള വന്നൊരു സാധനത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ടോ ഫിലിം മേക്കിങ്ങിലും? അതുപോലെ മറ്റേ എന്താ പറയുക, സീൻ അവർ കൺസീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി വ്യത്യാസം തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. ആകെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഇപ്പൊ കുറേ കൂടെ അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്. നമ്മളെല്ലാവരും അന്നും ഫ്രണ്ട്ലി അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അന്നത്തെ ആ ഒരു ഹൈറാർക്കി കുറേ കൂടെ കുറവാണ് ഇപ്പോ. ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതൊരു കളക്റ്റീവ് ആണെന്നും അല്ലെങ്കിൽ ഒരു കൊളാബറേറ്റഡ് ആർട്ട് ഫോം ആണെന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന ടെക്നീഷ്യൻസ് ആണ് ഇപ്പോഴത്തെ കാലത്ത് ഉള്ളത്. ഞാൻ പറയുന്നത് പണ്ടത്തെ ടെക്നീഷ്യൻസ് അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അവരുടെ ഒരു അപ്രോച്ച് ഡിഫറെന്റ് ആണ്, അത് ടോട്ടലി ഡിഫറെന്റ്. അപ്പൊ ഇനി എന്ത്, ഇപ്പം 3 പടങ്ങൾ കഴിഞ്ഞു, ഇനി ഞങ്ങൾ വിനീതിൻ്റെ അഭിനയിച്ച സിനിമ കാണാനാണോ കാത്തിരിക്കേണ്ടത്, അതോ സംവിധാനം ചെയ്ത സിനിമ കാണാനാണോ കാത്തിരിക്കേണ്ടത്? അല്ല, റൈഫിൾ ക്ലബിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സും എനിക്ക് വരുന്ന മെസ്സേജുകളും അടുത്തത് നിങ്ങളുടെ എപ്പോഴാണ്, കാരണം നിങ്ങളുടെ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇത്രയും എനിക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. അതെന്താ സംഭവം എന്നറിയോ? അപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളിന്ന് ഈ പടം കാണുമ്പോൾ വിനീതോ, കാരണം വെച്ചാൽ വിനീത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള വളരെ നല്ലവനായ ഒരു ഉണ്ണി എന്നുള്ള വട്ടായിരുന്നല്ലോ. അതിൽ നിന്ന് മാറിയിട്ട് ആഷിഖ് ഈ ഒരു കഥാപാത്രം വന്നപ്പോൾ വിനീതിനെ എങ്ങനെ ആലോചിച്ചു, അത് വിനീത് എത്ര ഗംഭീരമാക്കി എന്നുള്ളത് നമ്മളൊക്കെ ചർച്ച ചെയ്തത്. അത് ശരിക്കും ആഷിഖ് കപൂറിനാണ് അതിന്റെ മുഴുവൻ പോയിന്റ്സും നമുക്ക് കൊടുക്കേണ്ടത്, അല്ലേ? അങ്ങനത്തെ ആഷിഖ് തന്നെയാണ് പിക്ക് ചെയ്ത് ഫസ്റ്റ് വിളിക്കുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അതെ, അത് തീർച്ചയായിട്ടും അത് ഇനി മുന്നോട്ടുള്ള അഭിനയ ജീവിതത്തിൽ തീർച്ചയായിട്ടും അതൊരു ഭയങ്കര ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏത് റോളും ചെയ്യാൻ പറ്റാതെ പോലെ ഒരു ഇത്തിരി ഭാവമായിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്കൊന്നും അല്ല പറ്റുന്നത് ഇത്തരത്തിലുള്ള ഒരു. അത് ഞാൻ കിട്ടി നമ്മളെപ്പോഴും ഈ വിനീത് എന്ന് പറയുമ്പോൾ ഏത് വിനീത്, നമ്മുടെ പൂച്ചക്കണ്ണുള്ള വിനീത് എന്ന് പറയും, പൂച്ചക്കണ്ണ് ഉള്ള വിനീത്, മറ്റേ വിനീത്, ഇപ്പം ഈവൻ വിനീത് തട്ടിൽ വരെ വന്നു കഴിഞ്ഞു. ഈ പൂച്ചക്കണ്ണ് സിനിമയ്ക്ക് ഗുണമോ ദോഷമോ ഇത്? ഞാനിത് സന്തോഷമായിട്ട് മുമ്പ് പറയും, അദ്ദേഹം ഐശ്വര്യ റായിനെയൊക്കെ ഷൂട്ട് ചെയ്തതാണ്. സന്തോഷം പറയുന്നത് ഇത്തരം കണ്ണുള്ളവർക്കുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു ഒരു സീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് പോവുക. അതായത് ഇതൊരു പെക്യുലർ ആയതുകൊണ്ട് അങ്ങനെ. പക്ഷെ അന്ന് ഇപ്പൊ എന്റെ കണ്ണിൻ്റെത് ഞാൻ മനസ്സിലാക്കിയത്, ഈ പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ വടക്കൻ വീരാതയിൽ കുട്ടിക്കാലത്ത് കണ്ണിങ്ങനെയും വലുതായപ്പോൾ ഇതിങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷെ അതിന് MT സാർ തന്നെ കൃത്യമായിട്ടൊരു റെഫറൻസ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു പുസ്തകമൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, കണ്ണുകളുടെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്റെ കണ്ണിനും അങ്ങനെ മാറിയിട്ടുണ്ട്. ഇപ്പൊ കുറേയും കൂടെ അന്നത്തെ കളറിൽ നിന്നൊക്കെ മാറി വേറൊരു കളറിലേക്ക് പോകാം. ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ മഴയത്ത് മുംബൈയിലൊക്കെ ശരിക്കും വെള്ളാരം കണ്ണായിരുന്നു, അല്ലേ?
മഴയത്ത് മുമ്പേ അല്ല, എനിക്ക് തോന്നുന്നത് മേൽവിലാസം ശരിയാണോ, അത് അതിന് മുമ്പാണോ? അല്ല, അതിനൊക്കെ മുമ്പ് കുട്ടിക്കാലത്ത് ഭയങ്കര കുറച്ചുകൂടെ ഒരു ഇംഗ്ലീഷ് ടോണുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആളുകളുടെ കണ്ണിന്റെ ഒരു കളർ ടോണായിരുന്നു. അതിന്ന് മാറി ഇപ്പൊ കുറേം കൂടെ നമ്മളുടെ റിയലിസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ കളറിലേക്ക് മാറി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു രീതിയിലും അത് ഡ്രോബാക്ക് ആയിരുന്നില്ല. പിന്നീട് ആ തുടക്ക സമയത്ത് എനിക്കത് ഡ്രോബാക്ക് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതേ ഉള്ളൂ. പിന്നെ കുടുംബത്തെ പറ്റി പറയാം. 2 യുവതികളാണുള്ളത്, പെൺകുട്ടികൾ. അതെ, യുവതികളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. നമ്മള് കുഞ്ഞുങ്ങളെ യുവതികളെ കളിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ കരാട്ടെ പഠിപ്പിക്കാനും കളരി പഠിപ്പിക്കാനൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലാണ് രണ്ടുപേരും കണ്ടിരിക്കുന്നത്. ഏത് ക്ലാസ്സിലേക്ക് എത്തി ഇപ്പൊ? ഒരാള് 8th മൈത്രേയി, രണ്ടാമത്തെ ആള് മാതങ്കി 2nd സ്റ്റാൻഡേർഡ്. ഓ ശരി, മാതങ്കി എന്നൊക്കെയാണ് അവരുടെ. മാതങ്കി മൈത്രേയി. ശരി. അഭിനയ താല്പര്യമോ ഡാൻസ് താല്പര്യങ്ങളൊക്കെ ഉണ്ടോ അവർക്ക്? എന്താണ് സ്ഥിതി? ഇല്ല, അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കും ഡാൻസ് എന്താ പഠിപ്പിക്കാത്ത. ഞാൻ ഡാൻസ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ, പഠിക്കട്ടെ എന്ന് പറയും. മറ്റേ മാർഷൽ ആർട്സ് എനിക്ക് അവർ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമൂഹത്തിനേക്കാൾ ഉപരി അത് എനിക്ക് പെൺകുട്ടികൾ പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ മീൻ, അത് സമൂഹത്തിന്റെ പ്രശ്നമല്ല, കുറച്ചുകൂടെ അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആവാനും. ഐ മീൻ, ഡാൻസിനേക്കാൾ ഉപരി ഡാൻസ് അവരുടെ ബോഡിയിലുണ്ട്. നാച്ചുറലി പെൺകുട്ടികൾക്ക് ഡാൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അവർ വളരെ പെട്ടെന്ന് ആൺകുട്ടികളെക്കാൾ പെട്ടെന്ന് അവർ ഡാൻസ് ചെയ്യും. മറ്റേത് അവർ ഒരു പഠിച്ചെടുക്കുക തന്നെ വേണം. അപ്പൊ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി ഒരു ക്ലീഷ ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. യെസ്. ജീവിതത്തിൽ, ഇപ്പോഴത്തെ ജീവിതത്തിൽ സംതൃപ്തരാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ? ഒരുപാട്, തീർച്ചയായിട്ടും. ആ മൊമെന്റ് ഞാൻ എന്താണെന്ന് അറിയാം, ഞാൻ കുട്ടിക്കാലത്ത് സിനിമയിൽ വന്നതുകൊണ്ട് എനിക്ക് അന്ന് ഒരു നമ്മുടെ ചുറ്റും ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്ത് വരുന്നത് ഞാൻ ഫീൽ ചെയ്ത പോയിന്റിൽ ഞാൻ അത് ബ്രേക്ക് ചെയ്തിരുന്നു. കാരണം എനിക്കത് ബ്രേക്ക് ചെയ്തിട്ട് ഏറ്റവും കോമൺ മാൻ പോകുന്ന എല്ലാ സ്പേസിലും എല്ലാം അമ്മയും കൊണ്ട് റേഷൻ കടയിൽ വരെയും പോകുന്ന അത് ഇന്നും എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ആയാലും അങ്ങനെ അത് ഞാൻ ലൈഫിന്റെ ഏറ്റവും ഫുള്ളസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഒരു മൊമെന്റ്സും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. ഐ മീൻ, അങ്ങനെ കിട്ടുന്ന ഒരു മൊമെന്റും ഞാൻ എൻ്റെ മോളുടെ അവള് അസംബ്ലി കണ്ടക്ട് ചെയ്യുന്ന അന്ന് ഞാൻ ഇനി എന്ത് തിരക്കുണ്ടെങ്കിലും രാവിലെ ഞാൻ വൈഫിൻ്റെ കൂടെ പോയിട്ട് അസംബ്ലിയിൽ ഞാൻ കാണാറുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ മൊമെന്റുകളെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഈ മൊമെന്റ് ഞാൻ വളരെ ഹാപ്പിയാണ്. പ്രേമവിവാഹമായിരുന്നോ? അല്ല, ഇത്രയും കാലമൊക്കെ ഇത്രയും യുവാവായിട്ട് ചെറുപ്പത്തിലെ സിനിമ വന്നു. നമ്മളൊക്കെ വിചാരിച്ചാലും നടിമാരെ കല്യാണം കഴിക്കണം. എന്താ കല്യാണം കഴിക്കരുത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന പോലെ പ്രേമം ഉണ്ടായിട്ടില്ല എന്നൊക്കെ ചോദിച്ചാൽ പ്രേമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇല്ല എന്നൊന്ന് പറയാൻ ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടില്ല, അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് തോന്നുന്ന വികാരമില്ല, അത് സ്വാർത്ഥത അല്ലേ എന്നാണ് കൗണ്ടർ. അപ്പൊ അത്തരം സ്വാർത്ഥത ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ലിബറൽ ആയിരുന്നു. ഇത് പക്ഷേ ഇത് വരുന്ന പരിപാടി കേട്ടോ. അത് കുഴപ്പമില്ല, ഭാര്യയും മക്കളും ഒക്കെ കേൾക്കുമല്ലോ. പ്രണയം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പല വേർഷൻസ് ഉണ്ടല്ലോ. ഞാൻ പറയും പ്രണയം, പണ്ടൊക്കെ ചോദിക്കുമ്പോ പറയും പ്രേമിച്ചിട്ടുണ്ടോ, ആ പ്രണയം ഉണ്ടോ, എനിക്ക് സിനിമയോടാണ് പ്രണയം എന്നൊക്കെ പറയാം. അങ്ങനെ ഫേക്ക് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് സച്ചിദാനന്ദ കവിത പറഞ്ഞ ഒരു കഷ്ണിക്കാരൻ മറ്റൊരു കഷ്ണിക്കാരൻ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനെന്ന് പറയുന്ന പോലെ ബൈജുനാഥൻ നായരുടെ വിനീത് കുമാറിന് ഒന്നും മറച്ചു വെക്കാനില്ല. അത് വേണല്ലോ, പ്രണയം സംഭവിക്കുന്നത് നമ്മുടെ യാത്രകളിലൂടെ. ഇത് ഏറെ ചെയ്യണം കേട്ടോ, ഇത് മിസ് ചെയ്യാം. തിരിച്ചു വെച്ചത്. എന്നാലും ഒരു കാര്യം സത്യമാണ്, ഈ പറഞ്ഞ 20 വർഷം മുമ്പ് ഞാൻ ആദ്യമായി വിനീതിനെ കാണുമ്പോൾ എന്തായിരുന്നു അത് തന്നെയാണ് വിനീത് ഇപ്പോഴും. വിനീതിന്റെ സ്വഭാവത്തിൽ ഒന്നും യാതൊരു മാറ്റവും ഒരു തരത്തിലും ഈ സിനിമയുടെ വെള്ളി വെളിച്ചം ഒന്നും തലയിൽ പിടിക്കാത്ത ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാം. അത്രയും സിമ്പിളായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിത വിജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് ഈ പറഞ്ഞ ഫഹദ് ഫാസിലൊക്കെ സിനിമയെ പറ്റി ചിന്തിച്ചിരുന്ന സമയത്ത് നമ്മൾ ജമേഷ് കോട്ടക്കലിന്റെ സ്റ്റുഡിയോയിൽ ഫഹദും ജമേഷും ഞാനും വിനീതും കൂടെ ഒരുമിച്ചിരിക്കുന്നു. താഴത്തെ ആ ചായക്കട പോയി നമ്മൾ ചായ കുടിക്കുന്നു. അങ്ങനെയൊക്കെ എത്രയോ കാലം കഴിഞ്ഞു പോയാണ്. ഇവരൊക്കെ ആ സിനിമ അത്ര പാഷനേറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഇപ്പോഴും സിനിമയിൽ ഇത്ര ഗംഭീരമായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് കൊച്ചു വർത്തമാനം പറയാം അല്ലേ? ഇപ്പൊ മസരി പിടി ഇത്ര ഇരുന്നില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെയും വിനീതിന്റെ മക ബൈ. താങ്ക് യു.